കുളപ്പുറത്തെ റോഡിന് ശാപമോക്ഷമില്ല. നിങ്ങൾ +2 കഴിഞ്ഞവരാണോ? നിങ്ങൾക്ക് എയർപോർട്ടിൽ ഒരു ജോബ് വേണോ? എന്നാൽ പെട്ടെന്ന് എയർബൺ കോളേജിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുവിടർത്താം. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷനും ലോജിസ്റ്റിക്കും പാരാമെഡിക്കലുമുള്ള എയർബൺ ക്യാമ്പസിൽ വെച്ച്. പൊട്ടിപ്പൊളിഞ്ഞിട്ടും വർഷങ്ങളായി ശാപമോക്ഷം കിട്ടാത്ത ഒരു റോഡുണ്ട് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ കുളപ്പുറത്ത്. വിളയാങ്കോട് മുതൽ പരിയാരം മെഡിക്കൽ കോളേജ് വരെ നീളുന്ന ഈ റോഡിലൂടെ ഇരുചക്ര വാഹന യാത്ര പോലും ഏറെ ക്ലേശകരമാണ്. വിളയാങ്കോട് നിന്നും കുളപ്പുറം ഈസ്റ്റ് വഴി പരിയാരം മെഡിക്കൽ കോളേജ് വരെ നീളുന്ന റോഡിലൂടെയുള്ള യാത്ര യഥാർത്ഥത്തിൽ ഒരു സാഹസിക യാത്രയാണ്. വർഷങ്ങളായി പൊട്ടിപ്പൊളഞ്ഞു കിടക്കുകയാണ് ഈ റോഡ്. കുളപ്പുറം പ്രദേശത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ളവർക്ക് എളുപ്പത്തിൽ മെഡിക്കൽ കോളേജിലെത്താം എന്നതാണ് റോഡിൻ്റെ പ്രധാന പ്രത്യേകത. ഹൈവേ ഒഴിവാക്കി ഒരു ബൈപ്പാസ് പോലെ വിളയാങ്കോട് നിന്നും മെഡിക്കൽ കോളേജ് എത്താം എന്നതും സവിശേഷത തന്നെ. നൂറുകണക്കിന് യാത്രക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന റോഡാണ് വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. മിക്കയിടത്തും ടാറിങ്ങും മെറ്റലും പൂർണ്ണമായി അടർന്നു മാറിയ കുഴികളാണ്. ഉപറോഡുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ചരലും മണ്ണും മറ്റൊരു ദുരിതം. റോഡുണ്ടാക്കിയ കാലം മുതൽ ഡ്രെയിനേജ് ഇല്ലാത്തതിനാൽ മഴവെള്ളം ഒഴുകുന്നതും റോഡിലൂടെ തന്നെ. റോഡിൻ്റെ റീടാറിംഗ് ഇനിയും നടത്തിയില്ലെങ്കിൽ സമരപരിപാടികൾ ആരംഭിക്കാനാണ് നാട്ടുകാരുടെ നീക്കം. വിളയാങ്കോട് മുതൽ കുളപ്പുറം മുത്തപ്പക്ഷേത്രം വരെയുള്ള റോഡ് വളരെ വർഷത്തോളമായി പൊട്ടിപ്പൊളിഞ്ഞ് കാൽനടക്ക് പോലും പറ്റാത്ത രീതിയിലുള്ള ഒരവസ്ഥയിലാണ്. ഭരണാധികാരിയുടെ ഭാഗത്ത് യാതൊരു നീക്കവുമില്ല അതിൻ്റെ പ്രവൃത്തി നടത്താൻ. വിളയാങ്കോട് നാഷണൽ ഹൈവേ മുതൽ തൊട്ട് മെഡിക്കൽ കോളേജ് നാഷണൽ ഹൈവേ ടച്ച് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട റോഡായത്. വിളയാങ്കോട് മുതൽ മെഡിക്കൽ കോളേജിൻ്റെ ഇടയിലുള്ള ഭാഗത്ത് വാഹന തടസ്സമോ വാഹന ബ്ലോക്കോ വന്നാൽ ഒരു ബൈപ്പാസ് റോഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട റോഡ് കൂടിയാണ് ഈ പ്രസ്തുത റോഡ്. അതുപോലെ തന്നെ പയ്യന്നൂർ ഭാഗത്ത് വരുന്ന ആംബുലൻസുകൾ മെഡിക്കൽ കോളേജിൽ പോകാൻ വേണ്ടി എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു റോഡാണ്. പക്ഷേ അധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരു നീക്കവും നടന്നില്ല. ഇത്രയും പ്രധാനപ്പെട്ട റോഡിൻ്റെ ഒരു തിരിഞ്ഞു നോക്കാതെ അധികൃതരുടെ ഭാഗത്ത് കാണിക്കുന്ന ഈ അനാസ്ഥ തുടർന്നു പോയാൽ നാട്ടുകാരെ സംഘടിപ്പിച്ച് പ്രക്ഷോഭ പരിപാടിയായി മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. 6 വരി ദേശീയപാതയുടെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുമ്പോഴും യാത്രക്കാരുടെ നട്ടെല്ലൊടിക്കുന്ന ഇത്തരം ഗ്രാമീണ റോഡുകൾക്ക് മാത്രം ശാപമോക്ഷമില്ല. ന്യൂസ് ബ്യൂറോ, പരിയാരം. പയ്യന്നൂരുള്ള എയർപോർട്ട് കോളേജിൽ പെട്ടെന്ന് കയറി. ഞാൻ വരുന്നില്ല ബൈ, എനിക്കിവിടെ കുറെ പണി. വിമാനത്തിന്റെ ഉള്ളിലെല്ലാം കുറെ മൊഞ്ചത്തിമാരെ കണ്ടിനാ. ഓരെല്ലാം പഠിക്കുന്ന കോളേജ് ഫുള്ള് മൊഞ്ചത്തിമാർ. വരുന്നെങ്കിൽ വന്നോ മതി. നീ വണ്ടി ഇട്ടാ Salimos para la carretera, la gente a mí me pregunta y yo le digo que yo estoy Mariana, la 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 Mariana, y yo le digo que yo la Mariana, la Mariana, la Mariana, la Mariana, la Mariana, la Mariana. നിങ്ങൾ +2 കഴിഞ്ഞവരാണോ? നിങ്ങൾക്ക് എയർപോർട്ടിൽ ഒരു ജോബ് വേണോ? എന്നാൽ പെട്ടെന്ന് എയർബൺ കോളേജിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുവിടർത്താം. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷനും ലോജിസ്റ്റിക്കും പാരാമെഡിക്കലുമുള്ള എയർബൺ ക്യാമ്പസിൽ വെച്ച്. ചങ്ങായിമാരെ, വിജയചരിതം രചിച്ച് ചരിത്രം കുറിച്ച 16 വർഷങ്ങൾ. കേരളത്തിന്റെ അകത്തും പുറത്തും ഏകദേശം 3 ലക്ഷം മുതൽ 12.5 ലക്ഷം വരെ ഫീസ് ഈടാക്കുന്ന കോഴ്സുകളാണ് ഏവിയേഷനും ലോജിസ്റ്റിക്കും പാരാമെഡിക്കലും. എന്നാൽ വെറും 2.5 ലക്ഷത്തിനുള്ളിൽ ഈ കോഴ്സുകളുടെ പഠനം പൂർത്തിയാക്കാം എയർബോണിൽ വെച്ച്. അനന്തമായ ജോലി സാധ്യതകളുടെ പുതിയ ലോകം തുറന്നു നൽകി നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കിയ സംതൃപ്തിയാണ് എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിനെ മുന്നോട്ട് നയിക്കുന്നത്. കോളേജിന്റെ കറക്റ്റ് ലൊക്കേഷൻ ISD ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ റോഡ്, പയ്യന്നൂർ.